ഓക്കെ, കുഞ്ഞുമോക്ക് ചില സമയത്ത് വിഷമം ഉണ്ടാവാം. ഞാനത് കെയർ ചെയ്തില്ല. ഇപ്പൊ ഞങ്ങള് ഡിവോഴ്സ് ആയിരുന്ന പല ആൾക്കാരും യൂട്യൂബിൽ കഥ അടിച്ചിറക്കുന്നുണ്ട്. എനിക്ക് തോക്കാൻ അറിയാം. ഐ ഡോണ്ട് ഫിയർ ഫെയിലിയർ. Hi, hello, namaskaram. എൻ്റെ പേര് ഹർഷ and welcome to this lovely interview by Dream J Capture Creations. ഇന്ന് നമുക്ക് ഒരു മൾട്ടി ടാലന്റഡ് വ്യക്തിയാണ് കൂടെയുള്ളത്. I don't think he needs much introduction. You've saved so much job for me right now. Chris Venugopal, everybody. Namaskaram. Hi. അപ്പം my first question to you is something I've been very curious about. I'm sure എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ഡൗട്ടും ക്യൂരിയോസിറ്റിയും ഉണ്ടാവുമായിരിക്കാം. Like I mentioned a while ago, you're a multi-talented person. Okay. Yeah? Appo angane irikkunna oru vekti, you are a voice coach, you are an actor, you sing really well, you write. അത്രയും ടാലന്റ് ഉള്ള വ്യക്തി ഒരുപാട് റോളുകൾ ലൈഫിൽ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ? പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ക്രിസ്? വളരെ ഫിലോസോഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് റിയലൈസേഷൻ കഴിയുന്ന ആൾക്കാർ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ ആര് എന്നുള്ള ആ ഒരു സെർച്ച് കണ്ടിന്യൂ ചെയ്ത് എന്ന് കംപ്ലീറ്റ് ആവുന്നു എന്നൊരു ലൈഫ് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോ അത് അത്രയും ഫിലോസോഫിക്കലായിട്ട് പോകാതെ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് എ പേഴ്സൺ ഹൂ ഗെറ്റ്സ് ഹാപ്പി ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. കുഞ്ഞിനിപ്പോ യു ഹാവ് അച്ഛനമ്മയുണ്ട്, കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. സോ യുവർ എ ഫ്രണ്ട്, യുവർ എ സിസ്റ്റർ, യുവർ എ ഡോട്ടർ, യുവർ എ സ്റ്റുഡന്റ്, യുവർ എ മോഡൽ. അപ്പൊ അത് ഒരു മൾട്ടി ലെവലിലുള്ള ഫങ്ഷൻസ് ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഐ സി ആസ് ക്രിസ് വേണുഗോപാൽ ആസ് എ പേഴ്സൺ ഹൂ ലൈക്സ് ഡൂയിങ് വോയിസസ്, ഹൂ എൻജോയ്സ് ലൈക്ക് എ കിഡ് ഡൂയിങ് പെയിന്റിങ്സ്, ഹൂ ലവ്സ് ബീയിങ് എ ട്രാവലർ, ഹൂ likes to write so much and loves to feel that emotions of those characters. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ക്രിസ് വേണുഗോപാൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. ദാറ്റ്സ് റിയൽ ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പൊ അതില് മോർ ദാൻ ടേക്കിംഗ് പ്രൈഡ് ഇൻ സേയിങ് ദാറ്റ് ഐ എം മൾട്ടി ഫാസറ്റഡ് ഓർ മൾട്ടി ടാലന്റഡ് എന്ന് പറയുന്നതിനേക്കാളും സംവേർ ദ ഡിവൈൻ എനർജി, അല്ലെങ്കിൽ നമ്മൾ ദൈവം എന്ന് പറയുന്ന ആൾക്കാർ ദൈവം എന്ന് പറയട്ടെ, പ്രകൃതി എന്ന് പറയട്ടെ, പ്രകൃതി എന്ന് പറയട്ടെ, അല്ലെങ്കിൽ അച്ഛനമ്മയും അവർ തന്ന ഒരു ലൈഫിനെ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളൊരു സെർച്ചാണ്. അപ്പോ വെൻ ഐ ഡു ഒരു ചെറുതായിട്ട് ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇത് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ശ്രമിക്കുമ്പോൾ വി സ്ലോലി സ്റ്റാർട്ട് എക്സലിംഗ് ഇറ്റ് അല്ലേ? അപ്പൊ ആ എക്സലിംഗിന്റെ പ്രോസസ്സിനെയാണ് ലൈഫ് നമ്മൾ വിളിക്കുന്നത്. സോ ഐ എം ഇൻ എ പ്രോസസ് വേർ ഐ സ്റ്റാർട്ട് ലൈക്കിംഗ് ഡൂയിങ് എവറിഥിങ്. അപ്പോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു, ഇനി അടുത്തത് എന്ത് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് പ്രോബബ്ലി പീപ്പിൾ തിങ്ക് ദാറ്റ് മൾട്ടി ടാലന്റഡ് അല്ല. ഐ ഹാവ് വെരി ലിമിറ്റഡ് ടൈം. എനിക്ക് 24 മണിക്കൂർ ഒരു ദിവസത്തിലുള്ളൂ. അപ്പൊ എനിക്ക് ആ 24 മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്കൊരു കവിത എഴുതാൻ പറ്റും, ഒരു ഗ്യാപ്പ് ഉണ്ട്, ശരി, ഇപ്പൊ ഒരു കവിത എഴുതാൻ പറ്റും, ഫോണിൽ ചെയ്യാൻ. ഒരു പടം വരയ്ക്കാൻ പറ്റുമോ? ഫോണിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് ആരെങ്കിലും ഒരു ലീഗൽ അഡ്വൈസിന് വിളിക്കുന്നു, അത് കൊടുക്കാൻ പറ്റും. ഐ എം കേപ്പബിൾ. അപ്പൊ എല്ലാ സമയത്തും എന്താവാനും തയ്യാറായിട്ട് അത് ചെയ്താൽ സന്തോഷം കിട്ടുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്. Wow, beautifully said. Just a follow-up question to it. You said you can give legal advice because you're capable of it, അല്ലേ? അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിഗ്രി വേണ്ടാത്ത, ഇപ്പം ഫോർ എക്സാമ്പിൾ കവിത എഴുതാൻ അല്ലെ, കവിത അല്ലെങ്കിൽ പടം വരയ്ക്കാൻ, ഇതൊക്കെ ലൈക്ക് യു സെഡ് ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുന്നത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഡു യു എവർ തിങ്ക് ഐ നോട്ട് ആൻ ആർട്ടിസ്റ്റ്, അപ്പൊ ഞാൻ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഓർ am I capable enough of writing a poem? അങ്ങനെ ചിന്തിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? ശരി, നമ്മളിപ്പോ ഒരു ചെറിയൊരു പയറുമണി നമ്മൾ മണ്ണിലിടും. അപ്പൊ മണ്ണിനകത്ത് ഞാൻ അടഞ്ഞു കിടക്കാണല്ലോ, ഇവിടെ ഇരുട്ടാണല്ലോ, ഇവിടെ ആകെ കൂടെ ഹ്യൂമിഡ് ആണല്ലോ, ഞാൻ ഇതിവിടെ എന്ത് ചെയ്യും എന്നത് ചിന്തിക്കുന്നില്ല. ഇറ്റ് ഗിവ്സ് ഔട്ട് ഓൾ ദ പ്രഷർ. അതിനകത്തുനിന്ന് ഒരു റൂട്ട് സിസ്റ്റം അത് ആദ്യം ഡെവലപ്പ് ചെയ്ത് മണ്ണിലേക്ക് ആഞ്ഞിറങ്ങി അതിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് കഷ്ടപ്പെട്ട് ചെറിയൊരു ഷൂട്ട് പുറത്തു കൊണ്ടുവരും. അപ്പോഴും അതിനറിയുന്നില്ല. അത് പിന്നെയും ആ വെള്ളവും വലിച്ചെടുത്ത് ഇറ്റ് ജസ്റ്റ് ഡസ് വാട്ട് ഇറ്റ് ക്യാൻ ഡു ബെസ്റ്റ്. അത് വളർന്ന് ഒരു ചെടിയായി അതിന് നേരെ നിൽക്കാൻ പറ്റില്ല, പയർന്ന് നിൽക്കാൻ പറ്റില്ല. ഉടനെ അടുത്തുള്ള ചെടിയിൽ അത് ചുറ്റി വലിഞ്ഞ എങ്ങനെയോ അത് കയറി മേലേക്ക് പോയി വെയിലിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ പോയി. അപ്പോഴും അതിനറിയില്ല
അതിൽ പൂ പൂക്കാൻ പോവാണ്. True. അതിലൊരു പൂ പൂത്തിട്ട് അത് ഒരു പയറായിട്ട് ഈ 1 മണി ഒരു 10 മണിയായിട്ട് അല്ലെങ്കിൽ 20 മണിയായിട്ട് ഇതുപോലെ പല പൂക്കളും ഇത് വരുമ്പോൾ അപ്പോഴും ആ റൂട്ടിനോ ആ ചെടിക്കോ ആ പയർമണിക്ക് അറിയില്ല വാട്ട് ഇറ്റ് ക്യാൻ. Potential. True. മനുഷ്യന്റെ ലൈഫ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ വെറും ഒരു പയർമണി മണ്ണിനകത്ത് ഇടുന്നതിന്റെ അത്രയും പോലും അല്ലാതെ നമുക്ക് എല്ലാ ഫെസിലിറ്റിയോട് കൂടി ജനിക്കുമ്പം 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ ജനിച്ച് നമുക്ക് കഴിക്കാൻ മറ്റേ സെറലാക്കും അതും ഇതും എല്ലാം കിട്ടി നമുക്ക് അത് കഴിഞ്ഞാൽ നിനക്ക് എന്താ വേണ്ടത് ചോദിച്ച് എല്ലാം തരുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയാത്ത വേലിറക്കുന്ന പയറുമണി ഇത്രയും വലുതായിട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫെസിലിറ്റി നമ്മൾ എന്തൊക്കെ ചെയ്യണം? തീർച്ചയായിട്ടും. അതെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് മൾട്ടി ടാലന്റിനെക്കാളും എനിക്ക് കിട്ടുന്ന സമയം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെർച്ച് ആണ്. ആൻഡ് ഐ എൻജോയ് ഇറ്റ്. Really, that's beautiful. That's probably why you excel at everything you do. എക്സൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. Master of Let me be no master of anything. എനിക്ക് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ വലുതാണ് എന്ന് കാണിക്കാനുണ്ടെങ്കിലേ ഞാൻ മാസ്റ്റർ ആവേണ്ട കാര്യമുള്ളൂ. എനിക്ക് ജാക്ക് ആയാലും മതി, മതി. എനിക്ക് എൻജോയ് ചെയ്താൽ മതി. True. അതെ. ജാക്കിൽ പടം വരയ്ക്കാൻ കുറച്ചേ അറിയാവൂ. ഞാൻ റൂബേനോ അല്ലെങ്കിൽ സാൽവഡോർ ഡാലിയോ അല്ലെങ്കിൽ നമ്മുടെ രവിവർമ്മ എന്നല്ല. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ള ചെറിയൊരു പടം ഞാൻ വരയ്ക്കുന്നു. അത് കുരങ്ങനെ വരയ്ക്കുമ്പോൾ ചിലപ്പോ അങ്കിളിനെ പോലെ You find joy out of it, അല്ലേ? That's the whole. എങ്ങനെ ഇരിക്കുന്നോ അതാണ് ഞാൻ വരച്ചത് പറഞ്ഞാൽ മതിയല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ ഇരിക്കെ വാട്ട് ഈസ് യുവർ ന്യൂ വേർ യു ഗോയിങ് ടു സ്റ്റാർട്ട്? ഇപ്പൊ പുതിയൊരു ഫീൽഡിലേക്ക് ഇറങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ, ഓൾറെഡി യു ഹാവ് കവേർഡ് സോ മെനി ഫീൽഡ്സ്, ഇനി ഒരു പുതിയ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? culinary arts. ഓ, ലവ്ലി. ബിക്കോസ് പഠിക്കാൻ ആഗ്രഹമുള്ളതിന്റെ കാരണം പറഞ്ഞല്ലോ, ഞാൻ ലോകം പല സ്ഥലത്ത് ട്രാവൽ ചെയ്തപ്പോ ഇപ്പോ ബണ്ണിനകത്ത് സൂപ്പ് കഴിച്ചിട്ടുണ്ട് യുഎസിൽ. ശ്രീലങ്കയില് സാമ്പലും കിരിഹോദിയും ഇടിയപ്പവും കഴിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ഇടിയപ്പം ശ്രീലങ്കയിൽ നിന്നാണ് വന്നതെന്ന് അപ്പോഴാണ് അറിയുന്നത്. പിന്നെ നമ്മളിപ്പോ മഹാരാഷ്ട്രയിൽ ഉള്ള ഡിഷസ് കഴിക്കുമ്പോൾ പൂരൻപോളി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ബോളി തിരുവനന്തപുരത്തെ പൂരൻപോളിയാണെന്ന് അറിയാം. നമ്മൾ സംബോസെക് എന്ന് പറയുന്ന ഒരു മെഡിറ്ററേനിയൻ ഡിഷാണ് സമോസയായിട്ട് നമ്മൾ കഴിക്കുന്നത്. കശ്മീരിലും ഇറാനിലും മാത്രം കാണപ്പെടുന്ന സമോവറാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സമോവർ. ഇതെല്ലാം കാണുമ്പോൾ വേൾഡ് ക്വിസിൻ എന്താണെന്ന് അറിയണം, അവരെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്ന് അറിയണം, അതിലെ ഫിനസ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, എത്ര നന്നായിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ കഴിച്ചിട്ട് ഇതങ്ങനെയൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ പഠിച്ചതാണ് എന്ന് എനിക്ക് അറിവിന് കിട്ടിക്കഴിഞ്ഞാൽ അതോറിറ്റി ആയിട്ട് പറയാൻ പറ്റും. തീർച്ചയായിട്ടും ആ അതോറിറ്റീനെക്കാളും കൂടുതൽ എനിക്കറിയാം. അവർക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവർ കളിയാക്കണേ കളിയാക്കട്ടെ, അറ്റ്ലീസ്റ്റ് എന്റെ ഭാഗത്ത് ഞാൻ ശരി ചെയ്തോ അത്രയും. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ബി praised by anyone. I don't want to be a self-critic saying that I don't know that. അത് പഠിച്ചിട്ട് ചെയ്യാൻ കുഴപ്പമില്ല. സോ culinary ആണ് ഇനി അടുത്ത ഫീൽഡ് ആയിരിക്കാം. We'll never know, അല്ലേ? Nice. എന്തുമാവാം. അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഏതെങ്കിലും ഫീൽഡ് ഓഫ് സ്റ്റഡി കിട്ടാണെങ്കിൽ പഠിക്കും. എന്നും പഠിച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹം. They say the brain stops working the moment you learn. moment you stop learning. Okay, yeah. അപ്പോൾ നമ്മുടെ ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡീജനറേഷൻ ആണ്. സെൽസ് മരിച്ചു തുടങ്ങും. അതായത് 21 വയസ്സിൽ ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പഠിത്തം നിർത്തുന്ന ഒരാളുടെ ബ്രെയിൻ ഡീജനറേറ്റ് ഒരു പ്രായമാകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലേക്കും ചെല്ലുന്നു. അപ്പൊ അതല്ലാതെ എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റ് എപ്പോഴും യങ് ആയിട്ടിരിക്കുന്നത്? 60-70 വയസ്സായ ഒരു ആർട്ടിസ്റ്റ് പോലും യങ് ആയിട്ടാണ്. ബിക്കോസ് എല്ലാ ദിവസവും ഇവര് സ്ക്രിപ്റ്റ് പഠിച്ചേ പറ്റൂ. പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അവര് സംസാരിക്കുന്ന രീതി കാണിച്ചേ പറ്റൂ, പുതിയ ബോഡി ലാംഗ്വേജ് പഠിച്ചേ പറ്റൂ, പുതിയ ലാംഗ്വേജ് ഡയലക്ട്സ് ആക്സെന്റ്. ഒരു ആർട്ടിസ്റ്റിന് പ്രായമാവില്ല. ഇല്ല. ചിത്രം വരയ്ക്കുന്ന ഒരാള് ഇന്നലെ വരച്ച പടമല്ല നാളെ വരയ്ക്കാൻ പോകുന്നത്. പുതിയ പടങ്ങൾ വരയ്ക്കണം, പുതിയ നിറങ്ങൾ വേണം, പുതിയ ടെക്നീക്സ് യൂസ് ചെയ്യണം. പുതിയ ഇപ്പോ ഞാൻ ഇത്രയും ദിവസം ഇഫ് ഐ എം യൂസിങ് ബ്രഷ് then probably I'm looking at using a knife. അങ്ങനെയുള്ള പുതുമ തേടി പോകുന്നത് കൊണ്ടാണ് ഒരു ആർട്ടിസ്റ്റിന് പ്രായമാവാതെ. ദാറ്റ്സ് ദി ബെനിഫിറ്റ് ഓഫ് ബീങ് എൻ ആർട്ടിസ്റ്റ്. പ്രായം ചിലപ്പോ എന്റെ മുടി നരച്ചത് കൊണ്ട് എന്നെ കിളവനായിട്ട് കണ്ടേക്കാം, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഇന്നും ഒരു കൊച്ചുകുട്ടിയാണ്, പുതിയതായിട്ട് എന്ത് പഠിക്കാൻ പറ്റും ആഗ്രഹിക്കുന്നത്. Beautiful. I think that's a lot of good takeaway messages for a lot of people watching. Okay, so താങ്കൾ നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടാണ് പോപ്പുലർ ആയത് അല്ലേ സീരിയൽസിലൊക്കെ? അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് ആദ്യം സീരിയൽ ചെയ്യുന്നത് നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. ആലിപ്പഴം, മേഘം, സ്ത്രീ ഒരു സാന്ത്വനം, അതിലൊക്കെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്തുള്ളൂ. കാരണം
അക്കാലത്ത് എനിക്ക് പ്രായം കുറവായിരുന്നു. അപ്പൊ ഹീറോയിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറവായിരിക്കണം. അപ്പൊ ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ വില്ലൻ എന്നാണ് നമ്മുടെ കണക്ക്. ഓ യാ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ രാജു ഹീറോ ആവുണ്ടാവും. ശരിയാണ്. അതെ. അപ്പോ ഈ ഹൈറ്റ് കൂടിയത് കൊണ്ട് ആലിപ്പഴത്തിലെ ബെന്നി തരകൻ, മേഘത്തിലെ സ്റ്റാലിൻ ജോസഫ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ കീരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയൊരു സാന്ത്വനത്തിനകത്തുള്ള ക്യാരക്ടർ, Yes. അതെല്ലാം ചെയ്യുന്ന സമയത്തും പോസിറ്റീവ് ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു, ദിനേശ് ചേട്ടനെ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു വലിയൊരു ബ്രേക്ക് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2004 മേഘം ചെയ്യുന്ന സമയത്താണ് ദുബായിലേക്ക് റേഡിയോയിലേക്ക് പോകുന്നത്. Right. അപ്പൊ റേഡിയോ എനിക്കൊരു പോസിറ്റീവ് ഇമേജ് തന്നു എന്ന് തന്നെ പറയാം. 2015 ഞാൻ റേഡിയോയിൽ നിന്ന് ഗ്യാപ്പ് എടുക്കല്ല, അവിടെ നിന്ന് വന്ന് ഞാൻ രാജസേനൻ സാറിന്റെ സിനിമയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 2015 തിരിച്ചു വന്നു കഴിഞ്ഞപ്പം സീരിയൽ വേൾഡ് പിന്നെയും എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നതിന്റെ സന്തോഷം. Yes. അന്ന് ഐ സ്റ്റാർട്ടഡ് കമ്മിങ് ബാക്ക് ടു ഡിഫറെന്റ് സീരിയൽസ്. അതിൽ സീതാ കല്യാണം ഉണ്ടായിരുന്നു, തൂവൽ സ്പർശം ഉണ്ടായിരുന്നു, അതിനിടയ്ക്ക് മഹാഗുരു സീരിയലിനകത്ത് ചൈതന്യസ്വാമിയുടെ ക്യാരക്ടർ ചെയ്തു. അങ്ങനെ ചെയ്ത് 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 മൗനരാഗം ചെയ്ത് കഴിഞ്ഞ് അടുത്തത് വന്നതാണ് പത്രമാറ്റം, വിച്ച് വാസ് എ വെരി പോസിറ്റീവ് റോൾ. Yes. മൗനരാഗത്തിനകത്തും പോസിറ്റീവ് റോൾ ആയിരുന്നു, അതെ. തൂവൽ സ്പർശത്തിനകത്തൊക്കെ വില്ലനായിരുന്നു, സീതാ കല്യാണത്തിനകത്ത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ലാത്ത റോൾ. അപ്പൊ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പം ഹൈറ്റ് വലിയ ദോഷം ചെയ്തില്ല. ഇല്ല. ഓക്കെ. ഓക്കെ. ഇപ്പൊ പത്രമാറ്റില് ഹൈറ്റ് ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബിന്ദുമ ബെന്ദുരാമാഷ് ബിന്ദുമ എന്നാ ഞാൻ വിളിക്കാം. അമ്മയും ഞാനും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഡിഫറൻസ്. പക്ഷെ സംവേർ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് സോ ക്യൂട്ട്, ഇറ്റ് ലുക്സ് സോ നാച്ചുറൽ. അതെ അതെ. കാരണം പണ്ട് കാലത്ത് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുമ്പോൾ ഇത്രയും ഹൈറ്റ് വെക്കുന്ന അറിയില്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ആയപ്പോ ഈ ഹൈറ്റ് ഡിഫറൻസ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ മുത്തശ്ശനും മുത്തശ്ശി എന്നുള്ള രീതിയിൽ തന്നെ അവർ കാണുന്നത്. അതെ. അപ്പൊ എന്റെ കല്യാണ റിസപ്ഷൻ വന്നപ്പോ പോലും ഞാൻ പറഞ്ഞത് ഇത് റിയൽ ഭാര്യ, ഇത് റിയൽ ഭാര്യ. റിയൽ ഭാര്യയും റിയൽ ഭാര്യയും. പക്ഷെ ബിന്ദുമ എനിക്ക് അമ്മയുടെ സ്ഥാനത്ത് എനിക്ക് അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള അവര് ബിന്ദുമയുടെ മൂത്ത മകനും ഞാൻ തമ്മിൽ 1 വയസ്സ് വ്യത്യാസം. അപ്പോ എന്റെ അമ്മേനെക്കാളും 1 വയസ്സ് ചെറുതാണ് ബിന്ദുമ. സോ ഐ ഫൈൻഡ് ഒരു നമുക്ക് സീരിയൽ ഫീൽഡിൽ അല്ലെങ്കിൽ അഭിനയത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം അതും കൂടിയാണ്. പ്രായത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അഭിനയത്തിൽ കിട്ടുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മുന്നേ വരെ ബിന്ദുമ അമ്മ എന്തമ്മ എന്ന് സംസാരിക്കുന്ന ഞാൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോ വസുന്ധരയെ എന്തായത് എന്നൊക്കെ ചോദിച്ച് ഞാൻ വഴക്കൊക്കെ പറയുന്ന ഹസ്ബൻഡായി വെരി ഡിഫറെന്റ് സ്വിച്ച്. അത് മൈൻഡിന് വളരെ എക്സലറേറ്റിംഗ് ആണ്. കാരണം നമുക്കൊരു ക്യാരക്ടറായി മാറി. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോ ഞാൻ അവിടെ താഴെ ഇരുന്നു, റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ താഴെ ഇരിക്കാൻ ട്രെയിന് വേണ്ടിയിട്ട്. ഒരാളും ചോദിക്കും മൂർത്തി സാർ ഇവിടെ ഇരിക്കുകയെ. മൂർത്തി സാർ അല്ല, ഞാൻ മൂർത്തി സാർ അല്ല, ഞാൻ ജ്വല്ലറി ഓണർ അല്ല, എനിക്ക് താഴെ ഇരിക്കാം എന്ന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാതാവുമ്പോൾ ദാറ്റ് മീൻസ് ദേ ഹാവ് അക്സെപ്റ്റഡ് മീ ആസ് ദി ക്യാരക്ടർ. which is your win. ഇപ്പോ സുധീരേട്ടന് ആൾക്കാര് സുധീരേട്ടന്നല്ല വിളിക്കുന്നത്, മണിയമ്പിള്ള രാജു എന്നാ വിളിക്കുന്നത്. മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള സിനിമയിൽ അഭിനയിച്ച വീട്ടിൽ വിളിക്കുന്ന രാജു എന്നുള്ള പേരും കൂടെ ചേർത്ത് മണിയമ്പിള്ള രാജു എന്ന പേര് വന്നു എന്നല്ലാതെ സുധീരേട്ടൻ ഇപ്പോഴും സുധീരാണ്. തീർച്ചയായിട്ടും. അപ്പോ ഇസ്മായിൽ മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആവുന്നതും ഒരു ക്രിസ് വേണുഗോപാൽ ഒരു പത്രമാറ്റ മുത്തശ്ശനാവുന്നതും ആവുന്നതും അത് ആ അഭിനയത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിംഗ്. തീർച്ചയായിട്ടും. എൻജോയ്, അത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. Now since we're talking about the impact, നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഇമ്പാക്റ്റിനെ പറ്റി പറയുമ്പോൾ I have to ask you, നെഗറ്റീവ് റോൾസ് ചെയ്യുമ്പോൾ have you ever had a personal impact, like ഇപ്പം എന്തെങ്കിലും ഒരു എൻകൗണ്ടർ വേർ പീപ്പിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മൂർത്തി സാർ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് റോൾസ് ചെയ്തതിന്റെ ഒരു മോശം ഇമ്പാക്ട് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ പേഴ്സണലി? ആലിപ്പഴം ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി പ്രസാദിന്റെ ഭാര്യ. അപ്പൊ ലക്ഷ്മി അന്ന് സീരിയലിലെ ഹീറോയിനാണ്, ഞാൻ വില്ലനാണ്, ബെന്നി തരകൻ എന്നുള്ള ക്യാരക്ടർ. അപ്പൊ ഞാൻ പില്ലോ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ, പില്ലോ വെച്ച് മറ്റേ ശ്വാസം മുതിച്ച് കൊല്ലാൻ ശ്രമിച്ച് ചാടി പോകുന്ന ഒരു സീക്വൻസ് ഒക്കെയാണ്. അപ്പൊ ഞാൻ ഈ കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു പോർഷൻ ടെലികാസ്റ്റ് ആയിരുന്നു. ഞാൻ പണ്ട് വെട്ടുകാട് പള്ളിയിൽ എപ്പോഴും പോകും, എല്ലാ ദിവസവും രാത്രിയാണ് വെട്ടുകാട് പള്ളി ട്രിവാൻഡ്രത്ത് ഞാൻ പോകുന്ന സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വെട്ടുകാട് പള്ളി പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കൊച്ചു, അയ്യോ മറ്റേ ആന്റീനെ കൊന്ന അങ്കിള്. സോ മച്ച്. ഇപ്പൊ ദുബായിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സാം എഴുതാൻ പോയി, MSc എക്സാം എഴുതാൻ പോയപ്പോ തൊട്ടപ്പുറത്ത് MBA എഴുതുന്ന വേറൊരു കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് പേര് പറഞ്ഞു, എന്താ പ്രൊഫഷൻ എന്ന് പറഞ്ഞു. അയ്യോ അങ്കിൾ ഞാൻ റേഡിയോയിൽ കേട്ടിട്ടുള്ള. അപ്പൊ സംവേർ അപ്പൊ ഞങ്ങൾ പിന്നെ സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ പറയണ്ടായി, ഈ റേഡിയോക്കകത്ത് ഞാൻ ഒളിച്ചിരിക്കുന്നു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, പ്രതീക്ഷിക്കില്ല. സോ people tend to believe that you are negative when you do negative characters. റേഡിയോക്കകത്ത് ഒളിച്ചിരുന്ന് അവിടെ നിന്ന് സംസാരിക്കുന്ന ആളാണെന്ന് തോന്നും.
മനുഷ്യന്റെ മനസ്സ് രസകരമാണ്. യെസ്. അപ്പൊ കഥ പറയാൻ 100 കഥകൾക്ക് കാരണം ഞാൻ ഈ വർക്ക് ചെയ്ത പ്രൊഫഷൻസും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് പലപ്പോഴും കഥയായിട്ടൊക്കെ എഴുതാൻ തോന്നുന്നതാണ്. പ്രോബബ്ലി ടേൺ മീ ഇൻടു റൈറ്റർ ഓൾസോ. Maybe yes, absolutely yes. And I like how you എല്ലാത്തിനും ഒരു സിൽവർ ലൈനിങ് കാണുന്നു എന്ന് പറഞ്ഞ പോലെ ഒരാൾ നെഗറ്റീവ് എൻകൗണ്ടർ വന്നാൽ പോലും നമ്മളുടെ ക്യാരക്ടർ അത്രയും വിജയിച്ചത് കൊണ്ടാണ് അങ്ങനെ എൻകൗണ്ടർ വന്ന് ചിന്തിക്കുന്നത്. ഇസ് എ ഗുഡ് വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. Now while we are also talking about silver linings, you're a motivational speaker as well, അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള താങ്കൾക്ക് എപ്പോഴെങ്കിലും മോട്ടിവേഷൻ ഇല്ലാണ്ടായി പോയിട്ടുള്ള ദിവസങ്ങളുണ്ടോ? അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കാൻ വയ്യാത്തത്രയും നെഗറ്റീവ് ഉള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അല്ലേ? How do you cope up with it? അത് കോപ്പ് അപ്പ് എന്നുള്ളതിനേക്കാളും who can be a motivational speaker? Right. ഞാൻ ഈ തൃപ്പൂണിത്തറയിലേക്ക് പോകുന്ന ഒരു റോഡിൽ നടന്നു പോകുമ്പോൾ അവിടെ ഞാൻ കുഴിയിൽ തെന്നി താഴെ വീണ് മുറിഞ്ഞ് എനിക്ക് കാലിൽ ആ മുറിവിലെ വേദന ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണങ്ങുമ്പോൾ അതുവഴി പോകരുത്, അവിടെ കുഴിയുണ്ടെന്ന് പറയാൻ പറ്റൂ. Through experience, true. അപ്പോൾ അവിടെ പോകുമ്പോൾ നീ ചാടി പോകണം, നിനക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ. Right. Which means I have fallen many times. Yes. I have been pained, wounded, hurt many times. That is why I can say that if I can come out of it, you can come out of it. അപ്പോൾ ലൈഫിൽ നമ്മൾ അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ ആ അനുഭവത്തിന്റെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ ബയോളജിയും കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുന്നത് മൈറ്റോകോൺട്രിയൊക്കെ കണ്ടിട്ടാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ല. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നതാണ്. So അത് ടീച്ചിങ് അല്ല, ഇറ്റ് ഇസ് ഷെയറിംഗ് മൈ എക്സ്പീരിയൻസ്. അവിടെ വെൻ പീപ്പിൾ ഗെറ്റ് മോട്ടിവേറ്റഡ്, അതിൽ കാര്യം സംവേർ ഇപ്പൊ ഒരാൾക്ക് ലൈഫ് മടുത്തു, എനിക്ക് പറ്റില്ല എന്ന് തോന്നുമ്പോൾ ഇഫ് ഐ സേ ഐ ഹാവ് ഗോൺ ത്രൂ ദാറ്റ്, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അയാൾ ബാക്കി കേൾക്കും. തീർച്ചയായിട്ടും. അത് കേൾക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും വന്നു എന്ന് പറയുമ്പോൾ എനിക്കും പറ്റുമല്ലോ. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഇസ് മോട്ടിവേഷൻ ഇസ്. അല്ലാതെ നമ്മൾ കുറെ ബുക്സ് പഠിച്ചിട്ട് ആ ബുക്കിലെ കോട്ടസ് നമ്മൾ പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഏതോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മൾ അത് തുറന്ന് പറയുന്ന അല്ല മോട്ടിവേഷൻ. ഐ സ്ട്രോങ്ലി ബിലീവ് എന്റെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വഴി കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ then I am useful to this world. Yes. ഇപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ, ഇപ്പോ കുഞ്ഞൊരു പേജന്റിൽ പോയി ആ പേജന്റിൽ എന്തൊക്കെയാണെന്ന് അറിയാവുന്ന ആ ഒരു വ്യക്തി തോറ്റാലും ജയിച്ചാലും I know what went wrong or what went right. True. So then you can be a fashion trainer. Yes. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് ഈ IAS ട്രെയിനിങ് അക്കാഡമിയിൽ IAS കിട്ടിയ ആൾക്കാരാണോ അതോ തോറ്റ ആൾക്കാരാണോ പഠിപ്പിക്കുന്നത്? അതിനും അലക്സാണ്ടർ ജേക്കബ് സാർ നല്ലൊരു ആൻസർ പറഞ്ഞു. KAS എക്സാമിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോ അദ്ദേഹം പറയായിരുന്നു 5 പ്രാവശ്യം എഴുതി 5 പ്രാവശ്യം തോറ്റു. Now he knows എങ്ങനെയാണ് ആൾക്കാരെ തോക്കുന്നത്. Now he can teach. അപ്പൊ അതുകൊണ്ട് motivation is not a course which somebody can do and start doing it, but I have lived a life where I have seen all kinds of pain. എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ, അഭിനയിക്കാൻ പോകുമ്പോൾ അവഗണിച്ച് വിടുക, അല്ലെങ്കിൽ ചാൻസ് തരാൻ പറഞ്ഞ് പറ്റിച്ചിട്ട് പോയി, ഇതെല്ലാം ഞാൻ ക്രോസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരു ഫിലിം സ്കൂളിൽ ഒരാൾ പോകുന്ന എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, അത് ചെയ്യല്ലേ, അത് തെറ്റാണ്, കാരണം ഇയാൾ ഇങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് നിന്ന് കിട്ടുന്ന ആ എക്സ്പീരിയൻഷ്യൽ നോളജ് is being shared when you're being a motivational speaker. അപ്പോ മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തോറ്റവനാണ്. അതാണ് ക്വാളിഫിക്കേഷൻ. ഞാൻ തോറ്റവനാണ്. That's my qualification. എനിക്ക് തോക്കാൻ അറിയാം. I don't fear failure. ഞാൻ ഇനിയും തോക്കാൻ തയ്യാറാണ്. തോറ്റാലും ഞാൻ എണീക്കും. ആ എണീക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. That is motivation. Absolutely. അപ്പം you've definitely had days where you've gone out of motivation as well, അല്ലേ? ഞാൻ ബൈക്കില് 80 പോകുമ്പോൾ മുന്നേ ഒരു ഓട്ടോ തിരിച്ചു വന്ന് ആക്സിഡന്റ് ആയി പല്ലെല്ലാം കൂടി ഇടിച്ച് പൊളിഞ്ഞ് ഞാൻ കിടക്കുന്ന സമയത്ത് അടുത്ത ദിവസം എന്റെ ഫാഷൻ ഷോ ആണ്. സോ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്ത് വേണം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഷോയിൽ ഒരു ജാക്കറ്റ് വാങ്ങിച്ച. ആ ജാക്കറ്റ് ഇട്ടൊക്കെ ഐ വെന്റ് ഓൺ സ്റ്റേജ്. എന്റെ ഫ്രണ്ട്സ് എല്ലാം അത്ര സപ്പോർട്ടീവ് ആയിരുന്നു. അന്ന് ഉണ്ടായിരുന്ന പ്രിയ എന്ന് പറഞ്ഞു, ഷീസ് നോ മോർ ആക്ച്വലി. പ്രിയ അവിടെ വെള്ളവും ഈ ഷേക്ക്, ചോറും രസവും എല്ലാം കൂടെ അടിച്ച ഷേക്ക്, കാരണം കഴിക്കാൻ പറ്റുള്ളൂ. ഈ വരിഞ്ഞു കെട്ടിയ പല്ലും അത് ഹൈഡ് ചെയ്തിട്ട് ചുണ്ട് കടിച്ചു പിടിച്ച് ഓരോ റൗണ്ട് കഴിയുമ്പോൾ തിരിച്ചു വരിക, ബ്ലഡ് സ്പിറ്റ് ചെയ്യുക, വാഷ് ചെയ്യുക, ഇത് കുടിക്കുക, അടുത്ത റൗണ്ടിലേക്ക് കയറുക. അങ്ങനെ ചെയ്ത ദാറ്റ് ഫാഷൻ ഷോ റിയലി ഓപ്പൺ മൈ മൈൻഡ് സീയിങ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആ ഒരു പെയിനിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾക്ക് മുറിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നടക്കൂ, എന്നാൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ. അത് ഞാൻ നടന്നത് കൊണ്ടാണ് അറിയാം. സോ
I strongly believe that anyone who has failed can guide a person to win. True, definitely. A person who has won might not be able to tell him how he will fail. ശരിയാണ്. അതെ It's overlook ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതെ നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അത് ചെയ്യല്ലേ അത് ഷുവർ അതെ. ആൾ ഇങ്ങനെയാ ചെയ്തത് അതെനിക്കറിയാം ഞാൻ പുറകെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ എന്ന് true. പറയാം. സോ യുവർ പെർസ്പെക്ടീവ് ബിക്കംസ് ബെറ്റർ വെൻ യു ഫെയിൽ. ഇക്കാലത്തെ കുട്ടികൾക്ക് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോൾ പല ആൾക്കാർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് തോക്കാൻ പേടിയാണ്. ഉം. തോറ്റാൽ എന്താവും തോക്കട്ടെ, ഇറ്റ്സ് ഫൈൻ. മാതാപിതാക്കൾക്കും പേടിയാണ് കുട്ടി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല സ്ഥലത്തും. എന്റെ മകൻ തോറ്റിട്ടില്ല, തോറ്റു എന്ന് പറയും ധൈര്യമായിട്ട്. അവൻ തോറ്റു, അവൻ നന്നായി, ഹി ലേൺ എ ലെസൺ അതെ അല്ലേ? റൈറ്റ്. അപ്പൊ തോക്കുന്നത് തെറ്റല്ല. തോറ്റു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാഠം പഠിച്ച് എണീക്കണം. തോക്കുന്നത് തെറ്റില്ല, വീണ് കഴിഞ്ഞിട്ട് പിന്നെ എണീക്കാതിരിക്കുന്നതാണ് തെറ്റ്. തെറ്റ്. അതെ If you fall, you have to get up. Right. Life doesn't allow a fallen person to move forward. നടന്ന് തന്നെ മുന്നോട്ട് പോകണം. റൈറ്റ്. സോ എണീക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ലോകമാണ്. സോ വീണാൽ എനിക്ക് പൊടി തട്ടി എനിക്ക് എന്ത് കാര്യത്തിലും ഫെയിലിയർ വരാം, ഫാമിലിയിൽ വരാം, ഇൻകമിൽ വരാം, ജോലിയിൽ വരാം, ഗെയിംസിൽ വരാം, എന്തിനും വരാം. പണ്ട് കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ 10 കുട്ടികൾ കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രം ജയിക്കും. അതെ 9 പേരും they become stronger. റൈറ്റ്. വാട്ട് ഡസന്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്ങർ എന്നാണല്ലോ. Yeah. So this doesn't kill you. അതുകൊണ്ട് തോൽക്കാൻ പഠിക്കുക. തോൽവിയെ Absolutely. നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞാൽ you will fail forward. തോറ്റു മുന്നോട്ടേ പോകുള്ളൂ, തോറ്റാൽ പിന്നോട്ട് പോകും. പോയിട്ടില്ല. ഇതുവരെ 3ാം ക്ലാസ് തോറ്റ ആൾ 2ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിയിട്ടില്ല. ഉം. അയാൾ അടുത്ത പരീക്ഷ എഴുതി 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് പോയിട്ടു. അതെ true. So learn to fail and be strong. It's okay to fail, no problem. ഞാനിത് ഇപ്പോ എന്റെ അടുത്ത് അമ്മ പറഞ്ഞിരുന്നത് SLC ആണ് ഏറ്റവും വലിയ എക്സാം പറഞ്ഞിരുന്നത്. അത് എല്ലാ അമ്മമാരും അതെ അതെ അതെ. Yes. കുഞ്ഞെന്നോട് ചോദിച്ചു എനിക്ക് SLC എത്ര മാർക്കാണ്. ഇല്ല ആരും എന്നോട് ചോദിച്ചു. ചിന്തിച്ചിട്ട് പോലും ഇല്ല അതിനെ പറ്റി അല്ലേ. അപ്പൊ പിന്നെ എന്ത് എക്സാം ആണ് നമ്മൾ പറയുന്നത്? ഇറ്റ്സ് ശരി. ഓക്കെ, ഒരു സബ്ജക്ട് തോറ്റോ കുഴപ്പമില്ല, എഴുതിയെടുക്കാം. അതെ. ലൈഫ് വിൽ നോട്ട് സ്റ്റോപ്പ് ഇഫ് യു ആർ ഫെയിൽ. 10ാം ക്ലാസ് തോറ്റ ആൾക്ക് ലൈഫിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോ, റീഡിംഗിൽ തോറ്റാ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അതെ ഇഫ് യു ഫെയിൽ ഇറ്റ്സ് ഓക്കെ. ആ പാഠം പഠിപ്പിക്കാൻ അച്ഛനമ്മമാർ എന്ന് തയ്യാറാവുന്ന അന്ന് അവരുടെ കുട്ടികൾ വലിയ ചിറകുമായിട്ട് പറന്നു വരും. They will become albatross, Yes. not just an eagle. ഉം. ഏറ്റവും വിങ് സ്പാൻ ഉള്ള ആൽബട്രോസ് ആയിട്ട് പറക്കാൻ അവർക്ക് കഴിവ് കിട്ടുന്നത്, ആ വിങ്ങിന്റെ സ്ട്രെങ്ത് കിട്ടുന്നത് when they fail and fall. ഇക്കരസ് പോലെ ഒട്ടിച്ചു വെച്ച ചിറകല്ലത്, ഉം. ഇത് ആൽബട്രോസ് ആണ്. നമുക്ക് പറന്നുയരാൻ പറ്റും. യെസ് അവിടെ പറന്നുയരുമ്പം യു വിൽ സ്കെയിൽ ഹൈറ്റ്സ്. ട്രൂ. ആ ഹൈറ്റ്സ് ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അത് ഐ വിൽ warn you because go higher nobody will be there. യാ കൂടുതൽ ആൾക്കാർക്ക് പോയിക്കൊണ്ടിരിക്കും ഓൺ ദ വേ. ബട്ട് സ്റ്റിൽ ആ വിക്ടറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തോൽക്കാൻ തയ്യാറാണ്, തോൽവിയിൽ നിന്ന് പഠിക്കാൻ തയ്യാറാണ്. Beautiful, beautiful. That's a big takeaway for a lot of people.